ചിലരൊക്കെ പറക്കും. ഗുഡ് മോർണിംഗ് എവരിബഡി. ഇന്നൊരു വിശേഷപ്പെട്ട ദിവസമാണ്. നിങ്ങൾക്ക് എന്താന്ന് പറയാൻ പറ്റും? എനിക്ക് 2 എംപ്ലോയീസിന് അവാർഡ് കൊടുക്കുന്നുണ്ട്. ആർക്കെന്ന് പറയാൻ പറ്റും? നിങ്ങൾക്ക് ആരെങ്കിലും? ആരാണ് കൊടുക്കണേന്നറിയോ അവാർഡ്? നിങ്ങൾക്ക് ആരെങ്കിലും? നമ്മുടെ മാനേജറും നമ്മുടെ കണ്ടിന്യൂവുമായിട്ടുള്ള മാമാണ് കൊടുക്കുന്നത്. ബെസ്റ്റ് മാനേജറിന് അവാർഡ് കിട്ടിയ മാമല്ലേ? ശൈലപുത്രി മാമല്ലേ? അതെ. നമുക്ക് മാമിനെ വെൽക്കം ചെയ്യാം. ഞാൻ വെൽക്കം ചെയ്തിട്ട് വരാം. Ma'am, please come. Mira esa pantalla por donde anda, ese donde anda, ese donde anda. Mira esa pantalla por donde anda, ese donde anda, ese donde anda. Mira esa pantalla por donde anda, ese culo, culo, culo. Mira esa pantalla por donde anda, ese culo, culo. അയ്യോ, എന്തിനിത്ര ഭയഭക്തി ബഹുമാനം? എന്നെ കണ്ട എനിക്കൊന്നും വേണ്ട. ഞാൻ പറഞ്ഞിട്ടില്ലേ, ഇത് നിങ്ങളുടെ കമ്പനി, നിങ്ങളുടെ ഓഫീസ്, നിങ്ങളുടെ ലാപ്ടോപ്പ്. ഇത് ആരാണ് ഈ ലാപ്ടോപ്പ് ഇവിടെ കൊണ്ടുവന്ന് വെച്ചത്? ശ്രുജു. ആ, അപ്പൊ നിങ്ങൾ അറിഞ്ഞു കാണുമല്ലോ നിങ്ങളുടെ പ്രിയപ്പെട്ട ഈ ശൈലപുത്രി മാമിന് അവാർഡ് കിട്ടിയ കാര്യം. ശ്രുജു, അതെന്നെ എടുത്ത് എല്ലാരും കാണട്ടെ. അവർക്ക് ആഗ്രഹം ഉണ്ടാവില്ലേ? ഇതാണ് മാമിന് കിട്ടിയ ബെസ്റ്റ് ഹ്യൂമാനിറ്റേറിയൻ അവാർഡ്. ശ്രുജു, നമ്മുടെ റിസപ്ഷന്റെ അവിടെ എന്റെ ആ വലിയ ഫോട്ടോ വെച്ചിട്ടില്ലേ, ഞാൻ ഇങ്ങനെ നിൽക്കുന്നത്, അതിന്റെ മുമ്പിൽ തന്നെ ഇത് വെക്കണം കേട്ടോ. എനിക്കാരും കാണിക്കാനില്ല, പക്ഷെ ഈ പിള്ളേർക്കൊക്കെ ആഗ്രഹം ഉണ്ടാവില്ലേ ഷൈലു മാമിന്റെ ട്രോഫി കാണണമെന്ന്. ഓക്കെ, ഇനി നമ്മുടെ ശ്രുജു പറഞ്ഞതുപോലെ ഇന്നൊരു ഹാപ്പി ഡേ ആണ്. ഈശ്വര, എല്ലാവരെയും കാത്തുരക്ഷിക്കണേ. എന്റെ കമ്പനീനെയും എന്റെ മക്കളെയൊക്കെ കാത്തുരക്ഷിക്കണേ. എല്ലാരും പോലെ അല്ലല്ലോ നിങ്ങളുടെ ഷൈലു മാം. നിങ്ങളുടെ ഷൈലു മാം സാധാരണ ബോസ് പോലെയൊന്നുമല്ല. നിങ്ങളോടൊക്കെ എന്ത് സ്നേഹമാണെന്ന് അറിയാമോ? പിന്നെ അസൂയക്കാര് പറയാണ് കമ്പനി നഷ്ടത്തിലാണെന്ന്. അതായത് മാമിന്റെ മാമിന്റെ മാല് വരെ പണയത്തിലാണെന്നാ പറയുന്നത്. അത് അഹങ്കാരോ? മാമിന്റെ പേര് പോലെ തന്നെ ഈ കമ്പനി ശൈലപുത്രിയുടെ പോലെ ഇങ്ങനെ പടർന്ന് പന്തലിച്ചിരിക്കും. ഇവിടെ ജോലി ചെയ്യുന്ന നിങ്ങൾക്കെല്ലാം നല്ലൊരു ഭാവിയും കിട്ടും. ഈ സന്തോഷ അവസരത്തില് മാം 2 ആൾക്കാർക്ക് ഒരു വലിയ അവാർഡ് കൊടുക്കാൻ പോവുകയാണ്. അപ്പോ ഇന്ന് സന്തോഷമുള്ളൊരു ദിവസമാണ്. 2 പേർക്ക് ഇന്ന് വലിയൊരു അവാർഡ് കിട്ടാൻ പോവാണ്. ഈ സന്തോഷത്തിന്റെ കാര്യം നീ പറഞ്ഞതല്ലേ ഇവരുടെ അടുത്ത്? വെരി ഗുഡ്. അപ്പൊ സുജു പറഞ്ഞതുപോലെ ഇന്ന് 2 അവാർഡാണുള്ളത്. ഒന്ന് ബെസ്റ്റ് എംപ്ലോയി അവാർഡ്. ഇനി ബെസ്റ്റ് എംപ്ലോയി കിട്ടുന്ന ആൾക്ക് ഭാവിയിലെ CEO ആവാം, അല്ലേ സുജു? അടുത്തത് ബെസ്റ്റ് ഡിസൈൻ അവാർഡ്. നിങ്ങളുടെയൊക്കെ കുറെ ഡിസൈൻസ് ഞാൻ US-ലുള്ള നമ്മുടെ കമ്പനിയിലോട്ട് അയച്ചു. അതിൽ ഒരു ഡിസൈൻ അവർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ആ ഡിസൈൻസ് എടുക്കുന്ന ആൾക്ക്, അതായത് അവാർഡ് കിട്ടുന്ന ആൾക്ക് USA-ലോട്ട് പോകാനും ഭാവിയിൽ അവിടെ ജോലി ചെയ്യാനും ഒരു ഓപ്പർച്യൂണിറ്റി. സന്തോഷമായില്ലേ? പിന്നെ ഈ അവാർഡ് ദാനത്തിന്റെ ഫോട്ടോ ഗിച്ചു നീ എടുക്കില്ലേ? നിനക്ക് ക്യാമറ ഉണ്ടല്ലോ, നല്ലോണം ഫോട്ടോ എടുക്കും. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ നിന്നോട് ഫോട്ടോ എടുക്കാൻ പറഞ്ഞത്. ഓക്കെ മാം. അയ്യോ, ട്രോഫികളുടെ വലിപ്പമൊന്നും കണ്ട് നിങ്ങൾക്കൊന്നും തോന്നരുത്. ഭയങ്കര വിലപിടിപ്പുള്ളതാണ്. നിങ്ങളുടെ ഷൈലു മാം ജയ്പൂര് പോയി ഉണ്ടാക്കിക്കൊണ്ട് വന്നതാണ് ഈ ട്രോഫീസ്, അല്ലേ സുജു? അപ്പൊ ഫസ്റ്റ് അവാർഡ് ബെസ്റ്റ് എംപ്ലോയി അലോണ. God bless. ഈശ്വര, ഈ കുട്ടീനെയും എന്നെയും അനുഗ്രഹിക്കണേ. അടുത്ത അവാർഡ് ബെസ്റ്റ് ഡിസൈൻ അവാർഡ്. ഈ എംപ്ലോയി ആയിരിക്കും ഇനി USA-ലോട്ട് പോയി ഈ ശൈലപുത്രിയുടെ മാം കുറച്ചും കൂടെ ഫേമസ് ആക്കാൻ പോകുന്നത്. സോ
ബെസ്റ്റ് ഡിസൈൻ അവാർഡ് ഗോസ് ടു ആരതി. ഈ കുട്ടീനെ എന്നെ പിന്നെയും കാത്തുരക്ഷിക്കുന്നു. ഓൾ ദ ബെസ്റ്റ്. ഇതൊന്ന് പിടിച്ചേ. ശ്രുജു, ഇത് എന്റെ അവിടെ വെച്ച് പറയാനൊന്നുണ്ടായിരുന്നു. എന്താ നീ കാണിച്ചത്? ഇത് ലക്ഷങ്ങൾ വില മതിക്കുന്ന ലാപ്ടോപ്പാ. അത് ആ കോൺഫറൻസ് ഹാളിൽ കൊണ്ടെന്ന് വെച്ചാല് ആ കുറ്റനേട്ട പിള്ളേരെ ഇതൊക്കെ തൊട്ടുകൊണ്ടിരുന്നാലോ? ഞാനാണെങ്കിൽ പറയുകയും ചെയ്തു, നിങ്ങളുടെ കമ്പനിയാണ്, നിങ്ങളുടെ ലാപ്ടോപ്പ് ആണെന്ന്. ഇനി മേലാൽ ഇത് ചെയ്യരുത് കേട്ടോ ശ്രുജു. മാമിന് ദേഷ്യം വരും. മാമിന് ദേഷ്യം പഠിപ്പിക്കണം കേട്ടോ. മാം, ആരതിയാണോ അലോണാണ് USA പോണത്? ഇവര് രണ്ടുപേരുമല്ല. US പോണതേ എന്റെ അമ്മായിയുടെ മോൻ അനേ കൃഷ്ണ. മാം, അനേ കൃഷ്ണ അവന് ഡിസൈൻ പോയിട്ട് ഇംഗ്ലീഷിന്റെ ABCD പോലും അറിയില്ലല്ലോ. അവൻ US പോയിട്ട് എന്ത് ചെയ്യാനാ? അവൻ USA പോവുകയും ചെയ്യും. ആരതിയുടെ ഡിസൈൻസ് അവന്റെ ഡിസൈൻസ് ആണെന്ന് നമ്മളത് വരുത്തി തീർക്കുകയും ചെയ്യും. ഒരു പ്രശ്നം ഉണ്ടാവില്ല. അതെങ്ങനെയാ മാം ആരതിയുടെ ഡിസൈൻ? ആരതിയുടെ കയ്യിൽ നിന്ന് അതിവിദഗ്ധമായി നമ്മൾ ആ ഡിസൈൻസ് ആരതി പോലും അറിയാതെ അടിച്ചു മാറ്റുന്നു. നമ്മളല്ല, ഈ കമ്പനിയുടെ ഭാവി CEO ആയ നിഹാൽ അടിച്ചു മാറ്റുന്നു. എന്നിട്ട് അതും കൊണ്ട് എന്റെ അമ്മായിയുടെ മോൻ അനേ കൃഷ്ണ US പറക്കുന്നു. മാം, CEO കോർപ്പറേറ്റ് ലോകത്തെ എന്റെ പിറക്കാതെ പോയ മക്കളാണ് ശ്രുജു, നിഹാല്. അപ്പോ നമ്മുടെ ഭാവി CEO സൂക്ഷിച്ച് കേട്ടോ, അല്ലേ ശ്രുജു? ഫസ്റ്റ് ബെസ്റ്റ് എംപ്ലോയി അലോണയാണ്. അലോണേനെ നമ്മളല്ല നിഹാല് ഉടനെ തട്ടുന്നു എന്തെങ്കിലുമൊക്കെ പറഞ്ഞു. ഓക്കെ, ഇനി രണ്ടാമത്തത് ബെസ്റ്റ് ഡിസൈൻ കിട്ടിയ ആരതിന് തൽക്കാലം നമുക്ക് ഒരു കുഞ്ഞു പ്രൊമോഷൻ കൊടുത്ത് അലോണയുടെ സ്ഥാനത്തേക്ക് ആക്കുന്നു. എന്നിട്ട് എത്രയും പെട്ടെന്ന് ആരതിനെ തട്ടണം. തട്ടൂല, ശൈലപുത്രി മാമിന്റെ ഓഫീസിൽ നിന്ന് ആരെങ്കിലും കണ്ടു പോകും. അപ്പോ നമുക്ക് അവളെ മെന്റലി നിഹാൽ മെന്റലി ടോർച്ചർ ചെയ്യും. കുറെ വർക്ക് കൊടുക്കും, ഡെഡ് ലൈൻ കൊടുക്കും, ടാർഗറ്റ് കൊടുക്കും. അവസാനം ഗതികേട് കൊണ്ട് അവൾ ഈ കമ്പനി വിട്ടു പോകും. അപ്പോ ബെസ്റ്റ് എംപ്ലോയി പോയി. ആ സ്ഥാനത്ത് ആരതിക്ക് ഡിസൈനെ കുറിച്ച് നോക്കാനും US പോകാനും നേരെയില്ല. കാരണം എന്താ, അത്രയും ടോർച്ചറല്ലേ ഇവിടെ കൊടുക്കാൻ പോകുന്നത് നമ്മുടെ CEO, അല്ലേ ശ്രുജു? അങ്ങനെ ആരതി പോയിക്കൊണ്ടിരിക്കുമ്പോഴേക്കും എന്റെ പാർട്ട്ണറുടെ മോനായ ബാലചന്ദ്രൻ വന്ന് ബാക്കി കാര്യങ്ങളൊക്കെ ഏറ്റെടുക്കും. അവൻ മാനേജിങ്ങും കാര്യങ്ങളും ഒക്കെ ഏറ്റെടുത്തു. അപ്പൊ അനേകം പ്രശ്നമില്ല, എന്റെ പാർട്ട്ണറുടെ മോൻ ബാലചന്ദ്രനും പ്രശ്നമില്ല, എല്ലാവരും ഹാപ്പിയായി. എങ്ങനെയുണ്ട് മാമിന്റെ ഈ ഐഡിയ? പഞ്ചസാര മുഴുവൻ പാറ്റയാണല്ലോ. പിടിച്ചല്ലോ. ഭാഗ്യം ഞാൻ വീട്ടിൽ നിന്ന് കാപ്പി കൊണ്ടുവരുന്നത്. സാരയില്ല, പാവങ്ങള് സ്റ്റാഫ് കുടിക്കട്ടെ. എവിടെയുണ്ട് CEO നിഹാൽ? CEO ആവുമ്പോ ഇതെല്ലാം മാനേജ് ചെയ്യണം. ഈ പഞ്ചസാര നിറയെ പാറ്റയാണ്. അടി കുട്ടിക്കളയാണോ? കാശ് കൊടുത്ത് മേടിച്ച സാധനമല്ലേ ഇത്, പാറ്റയിൽ എടുത്ത് കളയണം. ഒക്കെ ഞാൻ പഠിപ്പിച്ചു തരാം കേട്ടോ. നീ പേടിക്കണ്ട, എനിക്ക് നിനക്കും സൃജുവിനുള്ള കാപ്പി ഇതിനകത്തുണ്ട്, അത് മതി. ഇത് സ്റ്റാഫിന്. ഓക്കെ? എന്റെ ബെസ്റ്റ് എംപ്ലോയിക്ക് എന്താ ഇപ്പൊ പറയാനുള്ളത്? പറഞ്ഞോളൂ. അതിന് തന്നെ താങ്ക്സ് ഫോർ ദ അവാർഡ്. പിന്നെ എനിക്കിപ്പോൾ തന്നെ കുറേ ഓപ്പർച്യൂണിറ്റീസ് വരുന്നുണ്ട് മാം. പക്ഷേ എനിക്ക് മാമിനായിട്ട് പോകാൻ തീരെ താല്പര്യമില്ല. അതുകൊണ്ട് എൻ്റെ ഫ്യൂച്ചർ ഇവിടെ ഓക്കെ ആയിരിക്കില്ലേ മാം? ഞാൻ തന്നെ എൻ്റെ ഫ്യൂച്ചർ CEO. അതാണ് ഈ ശൈലപുത്രി മാം. മാമിന് എല്ലാവരോടും സ്നേഹം, എല്ലാവർക്കും അതിലേറെ സ്നേഹം മാമിനോട്. ഡോണ്ട് വറി, നിങ്ങളോട് ഫ്യൂച്ചർ CEO. നിനക്ക് ഇവിടെ നിന്ന് ഉയരങ്ങളിലെത്താം. അതുകൊണ്ട് നീ എങ്ങും പോകണ്ട, എന്റെ കൂടെ മാത്രം നിന്നാൽ മതി. മൈ സൂപ്പർ സ്റ്റാർ. താങ്ക് യു സോ മച്ച് മാം.
ഈശ്വര, പാവം കുട്ടി, അതിനെ രക്ഷിക്കണേ. പിന്നെ നിഹാലിനെ കുറച്ച് നാളത്തേക്ക് തക്കുന്നവരെ അവനെ രക്ഷിക്കണേ, ശ്രുജുവിനെ രക്ഷിക്കണേ. എല്ലാത്തിലും ഉപരി ഈ ശൈലപുത്രി മാമിനെ കുറച്ചധികം ബ്ലെസ് ചെയ്യണേ. അയ്യോ, എൻ്റെ ഗോഗിൾസ്